മെറ്റൽ കല്ലുവേലി ഇത് ഇപ്പോൾ കേരളത്തിൽ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറെ ഭംഗിയും അതിലേറെ ഉറപ്പും ഉള്ള രീതിയിൽ തന്നെ നിർമ്മിക്കണം. കാലങ്ങൾ നിൽക്കുന്ന ഒരു നിർമ്മിതിയായി ഇത് തീരാൻ ആദ്യം വേണ്ടത് ഇതിന് സ്ഥലമെടുക്കുമ്പോൾ അല്ലെങ്കിൽ മതിലിന് സ്ഥലമെടുക്കുമ്പോൾ അവിടെ ഏറ്റവും വൃത്തിയായി ചെയ്യുക എന്നതാണ്. അവിടെ കോൺക്രീറ്റ് കാലുകളോ അല്ലെങ്കിൽ നല്ല GI സ്റ്റീൽ കാലുകളോ കൊടുത്ത് ഉറപ്പാക്കി രണ്ട് ഭാഗവും പെട്ടെന്നൊന്നും ദ്രവിക്കാത്ത GI നെറ്റുകൾ തന്നെ പിടിപ്പിക്കണം. ഇത് 5.5 അടി മുതൽ 7 അടി വരെ പിടിപ്പിക്കുന്നതാണ് ഭംഗി. അതിലേറെ ഈ ചുമരുകൾ വന്നാൽ വൃത്തികേടായിട്ടാണ് തോന്നാറുള്ളത്. 5.5 അടി 6 അടിയിലേറെ വന്നാൽ ശരിക്ക് പറഞ്ഞാൽ കാണാത്ത ഒരു രീതി വരും. ഇത് കാണുമ്പോൾ ഏറെ ഭംഗിയാണെങ്കിലും ഇതിന് മെയിൻ്റനൻസ് കൂടുതലാണ് എന്ന് പറയാം. എങ്കിലും ഏറെ ഭംഗിയുള്ള ഒരു നിർമ്മിതി തന്നെയാണിത്. ഇത് പെട്ടെന്ന് താൽക്കാലികം മതി എന്ന് വിചാരിച്ച് നിർമ്മിക്കരുത്. എന്തെന്നാൽ ഇതിലെ കല്ലുകളും മറ്റും ഇത് ദ്രവിക്കുന്നതോടുകൂടി ഇതിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ചാടുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം നിർമ്മിതികൾ ഉപയോഗിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കണം. GI പൈപ്പുകൾ തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ GI പട്ടികകൾ തന്നെ ഉപയോഗിക്കുക. സാധാരണ നെറ്റ് ഉപയോഗിക്കരുത്. സ്റ്റീൽ നെറ്റുകളോ അല്ലെങ്കിൽ GI നെറ്റുകളോ തന്നെ ഉപയോഗിക്കണം. ഇതിൻ്റെ മെറ്റൽ 1/2 ഇഞ്ച് മുതൽ 1.5 ഇഞ്ച് വരെ ഇടുന്ന ഒരു രീതിയുണ്ട്. ഇത് ഏറ്റവും ഭംഗിയാർന്നത് 1 ഇഞ്ച് മെറ്റൽ ഇടുമ്പോഴായിരിക്കും. 1/2 ഇഞ്ച് ഇട്ടാൽ വളരെ പെട്ടെന്ന് ദ്രവിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ്. നെറ്റ് ദ്രവിക്കാൻ ഇതിൻ്റെ കാലുകൾക്കിടയിലുള്ള നെറ്റ് ദ്രവിക്കാൻ ഏറ്റവും സാധ്യത ഏറ്റവും ചെറുതാവുമ്പോഴാണ്. എന്നാൽ 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള കല്ലുകളിട്ടാൽ ഈ ദ്രവം, അതായത് ദ്രവിക്കുന്ന സ്ഥിതി ഇല്ലാതാവുകയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വലിയ നെറ്റ് ഉപയോഗിക്കുക, വലിയ കല്ലുകൾ ഇതിൽ നിക്ഷേപിക്കുക. മാത്രമല്ല ഇതിലേക്ക് ചെടികൾ പടർന്നു കയറിയാൽ തന്നെ ഇത് വൃത്തികേടായിട്ടാണ് തോന്നാറുള്ളത്. ഇതിന് മുകളിൽ വേണമെങ്കിൽ ചെടികൾ വയ്ക്കാം. പക്ഷേ ഇതിലേക്ക് ചെടികൾ പടർത്തി ഇത് കാണാത്ത രീതിയിലാവുമ്പോൾ ഈ നെറ്റ് മതിൽ കൊണ്ട് ഒരു കാര്യവുമില്ലാത്ത അവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ നെറ്റ് മതിൽ വയ്ക്കുമ്പോൾ നെറ്റ് ഏറ്റവും ഉറപ്പാർന്നും ഭംഗിയാർന്നും പെയിൻറ്റ് ചെയ്തും മാത്രം അത് നിർത്തുക. മാത്രമല്ല ഇതിൽ ചെടികൾ പടർന്നു കയറാത്ത രീതിയിൽ തന്നെ ഇതിന് ചുറ്റുമുള്ള ഭാഗവും പരിസ്ഥിതിയും നോക്കണം എന്ന് മാത്രം. എന്നാൽ ഏറ്റവും ഭംഗിയാർന്ന മതിലാണ്, നല്ല ഉറപ്പുള്ള മതിലാണ് എന്ന് തന്നെ പറയാം. പെയിൻറ്റിങ് ചാർജ് ആകെ വരുന്നത് നെറ്റുകൾക്ക് ഒരു 5 വർഷം കൂടുമ്പോഴൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. നമ്മുടെ മതിലൊക്കെ ആണെങ്കിൽ 1 വർഷം കൂടുമ്പോൾ തന്നെ അത് പെയിൻ്റ് അടിച്ചില്ലെങ്കിൽ ആകെ വെള്ളം ഇറങ്ങി പൂപ്പിറങ്ങി ആകെ വൃത്തികേടായിരിക്കും. എന്നാൽ ഈ മതിൽ കാലങ്ങളോളം ശ്രദ്ധിച്ചാൽ, വളരെയോടെ ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ നിലനിൽക്കും. അതിനായി ഏറ്റവും നല്ല മെറ്റീരിയൽസ് മാത്രം ഉപയോഗിക്കുക. നല്ല രീതി തന്നെ നിർമ്മാണത്തിലും ഉപയോഗിക്കുക. വളരെ പെട്ടെന്ന് ലാഭം കിട്ടാനായിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചാൽ ഈ പണം വെറുതെ ആയിരിക്കും എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നേരിൽ ചെയ്യുക. ഇത് കോൺട്രാക്ടറെയോ അല്ലെങ്കിൽ എഞ്ചിനീയറെയോ ഏൽപ്പിച്ച് കണ്ണും പൂട്ടി അങ്ങ് നിൽക്കരുത്. അവർ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ നെറ്റോ ഇരുമ്പോ ഉപയോഗിച്ചാൽ നിങ്ങളുടെ പണം വെറുതെ വെള്ളത്തിലാവും എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇത് ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഏറെ ഭംഗിയുമാണ് ഈ മതിലുകൾ. അഷിത് വ്ലോഗ്.